ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഓയിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്സസീവായിട്ടുള്ള സെബൻ സെക്രീഷൻ പൊടി ഇതൊക്കെ കാരണമാണ് നമുക്ക് കൂടുതലായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരുന്നത്. ഇത് ക്ലോഗ് ചെയ്യും, നമ്മുടെ ഫേസിലുണ്ടാകുന്ന പോഴ്സിനെയൊക്കെ ഇത് ക്ലോഗ് ചെയ്യും, അങ്ങനെ ഇത് വരും. ഇനി ഇത് കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ മൂക്കിന് രണ്ട് സൈഡിലായിട്ട് വരും, പിന്നെ താടിയുടെ ഭാഗത്തായിട്ട് വരും, ചിലർക്ക് നെറ്റിയുടെ ഭാഗത്തായിട്ടും വരും. ഇനി ഇതെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന്, ദിവസം 2 തവണ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മൾ മുഖം കഴുകി കഴിഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ വിടാൻ പാടില്ല, നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ആ പോഴ്സിലൊക്കെ പൊടി ഈ അഴുക്കെല്ലാം കയറിയിരുന്നാലും നമുക്ക് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരാം. എണ്ണയോ മേക്കപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. ഇനിയുള്ളത് കുറച്ച് ഹോം റെമഡീസാണ്. ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് മുഖം കഴുകിയിരിക്കണം. അതിനുശേഷം നമുക്ക് കോഫി പൗഡർ പ്ലസ് ഷുഗർ നമുക്ക് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകും. അടുത്തതെന്ന് പറയുന്നത് കുറച്ച് തേൻ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമ്മൾ കഴുകിക്കളയുക. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കുറച്ചേ എടുക്കാവുള്ളൂ, വാരി വലിച്ചെടുത്ത് മുഖത്ത് തേക്കരുത്. അത് കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ തൈര് ഓട്സും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ഓട്സും എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതും വാഷ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.